ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്താൻ കൂട്ടുനിന്ന അവസാന ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറസ്റ്റിലായിരിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രത്യേക താൽപ്പര്യത്തോടെ, അതിനേക്കാളുപരി പ്രത്യേകതരം ഉദ്ദേശത്തോടെ നിയമിക്കപ്പെട്ട ആദ്യ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അതിനുശേഷം അതിനേക്കാളേറെ താൽപ്പര്യത്തോടെ നിയമിച്ച അവിടുത്തെ ഉദ്യോഗസ്ഥൻ കൂടിയായ എൻ വാസുവും അറസ്റ്റിലായി 90 ദിവസം അകത്ത് കിടന്ന് പുറത്തു വന്നു. ഇപ്പോൾ ശബരിമല കൊള്ളക്കാരനായി അവർ നാട്ടിൽ ജീവിക്കുകയാണ്. അതിനുശേഷം പ്രസിഡന്റായ PS പ്രശാന്തും അറസ്റ്റിലായിരിക്കുന്നു. ഈ അറസ്റ്റിലാകുന്ന പ്രസിഡന്റുമാരോടൊപ്പം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം, അവർക്കൊപ്പം ദേവസ്വം അംഗങ്ങൾ ആയിരുന്നവരും അറസ്റ്റിലാവുകയാണ്. അതിപ്പോഴും സംഭവിച്ചിരിക്കുന്നു. അതിനർത്ഥം ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉദ്യോഗസ്ഥരും എല്ലാവരും ഒന്നിച്ചിരുന്നെടുത്ത കൊള്ള സംഘത്തിൻ്റെ തീരുമാനമാണ്. ശബരിമലയിൽ ഭരണം നിയന്ത്രിക്കുന്ന അതിൻ്റെ പ്രസിഡന്റും അംഗങ്ങളും മുതൽ പ്രധാന ഉദ്യോഗസ്ഥരും എന്തിനേറെ തന്ത്രി പോലും ഉൾപ്പെട്ടു നടത്തിയ അതിഭീകരമായ സ്വർണ്ണക്കടത്താണ് ഇത് എന്ന് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. അതിലെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു ഈ കൊള്ള നടത്താൻ. അതായത് 2017 മുതലാണ് ഈ കൊള്ള നടത്താനുള്ള പദ്ധതി അവർ ആരംഭിച്ചത്, പ്രയാർ ഗോപാലകൃഷ്ണൻ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ശബരിമലയിലെ പ്രധാനപ്പെട്ട ആളുകൾ, അതായത് ഉദ്യോഗസ്ഥരും തന്ത്രിയും ഒപ്പം CPM പ്രതിനിധികളും ചേർന്ന് നടത്തിയ വലിയ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമാണ് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസ്. ആദ്യത്തെ ഗൂഢാലോചനയിൽ നടത്തി വിജയിപ്പിച്ച ആ കൊള്ളയിൽ 2019 ഇവർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയത്, സ്വർണം പൂശാൻ എന്നുള്ള പേരിൽ. സ്വർണമെല്ലാം വേർതിരിച്ച് മാറ്റിയെടുത്ത് അതിൻ്റെ നിറം മങ്ങിയപ്പോൾ അത് പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് PS പ്രശാന്ത് പ്രസിഡന്റായിരിക്കുന്ന 2025 വീണ്ടും അത് സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അയ്യപ്പ സംഗമം നടത്തി എല്ലാത്തിനെയും ഒന്ന് വെളുപ്പിച്ചെടുക്കാനും നീക്കം നടത്തി. അതിനെല്ലാം പിണറായി വിജയനും പ്രശാന്തും തമ്മിൽ കൂട്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ ആകെയുള്ള ഒരു രൂപം തന്നെ കണ്ടെത്തിയത്. എന്നാൽ ഈ പ്രശാന്തിൻ്റെ കൂടി അറസ്റ്റോടെ ഒരു കാര്യം വളരെ വ്യക്തമായി തെളിഞ്ഞു വന്നിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ കക്കാൻ പ്രേരിപ്പിച്ചതും ആ ചുമതല നൽകിയതും മറ്റാരുമല്ല, അവർക്ക് തൊട്ടു മുകളിലുള്ളവരാണ്. അത് ദേവസ്വം മന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ പുറത്തു വരാനിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആദ്യത്തെ പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഈ അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തമായ പങ്കുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇതിലെ 1-ാം പ്രതിയുടെ സുഹൃത്തും അതുപോലെ ബിസിനസ് പാർട്ട്ണറുമാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും സീനിയറായ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന നാണക്കേടും അതുപോലെ CPMൻ്റെ തകർച്ചയും വളരെ വലുതായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് മാറ്റിവെക്കുകയായിരുന്നു പിണറായിയുടെ ഭരണകാലത്ത്. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയാതെ പിണറായി വിജയൻ കടകംപള്ളിയെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. ഇപ്പോഴിതാ പ്രശാന്തും അറസ്റ്റിലായതോടെ അടുത്ത അറസ്റ്റ് മുൻ ദേവസ്വം മന്ത്രിയുടേതാകും എന്നേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പ്രശാന്തിനൊപ്പം തന്നെ ഇതേ കേസിൽ ഇതേ ദിവസം കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തതാണ്. പക്ഷെ നടപടി ഉണ്ടായില്ല. മാത്രമല്ല, പ്രശാന്തിനെ നിയമിച്ച പഴയ മോഷണം ഒളിപ്പിച്ചു വെക്കാൻ എന്നുള്ള കാര്യം പിന്നീട് അറിയുന്നത് അത് പിണറായി വിജയൻ്റെ പ്രത്യേക തീരുമാനപ്രകാരമാണ് എന്നുള്ളതും വ്യക്തമാകുന്നു. പക്ഷേ ഇനി കടകംപള്ളിയെയും അറസ്റ്റ് ചെയ്യണം, അതിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രശാന്ത് തുറന്നു പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, പ്രശാന്തിൻ്റെ സമയത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവനും കുടുങ്ങുമെന്നുറപ്പാണ്. കാരണം ഇതിനെല്ലാം കൂട്ടുനിൽക്കാൻ വാസവനും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. അതിൻ്റെ പേരിലാണ് അയ്യപ്പ സംഗമം നടത്തി ശബരിമലയിൽ നടന്നത് എല്ലാം നല്ലതായിരുന്നു എന്നുള്ളത് വരുത്തി തീർക്കാനുള്ളൊരു തട്ടിപ്പ് സംഘത്തിൻ്റെ ഏർപ്പാട്. അത് അന്ന് മുതലാണ് ഈ സ്വർണ്ണക്കൊള്ളയെല്ലാം പിടിക്കപ്പെട്ടത്. ഇതിൽ പിണറായി വിജയൻ്റെ പേര് വന്നാലും അത്ഭുതപ്പെടാനില്ല. അതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. കാരണം അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒളിപ്പിച്ചു വെക്കാൻ എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ അറിയാതെ ഒരു കാരണവശാലും അവിടെ നടക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇത്രയും വലിയൊരു കൊള്ള നടക്കുമ്പോൾ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെല്ലാം വ്യക്തമായ പങ്കാളികളാകുമ്പോൾ, ദേവസ്വം മന്ത്രിയടക്കം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് പിണറായി വിജയനെ അവർ അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ അത്ര വിഡ്ഢികരല്ല മലയാളികൾ എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് പ്രശാന്ത് അഴിക്കുള്ളിലായി. ഇനി അടുത്തത്
ആര് എന്നുള്ളതിൽ വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞു. അത് ഇനി എപ്പോൾ ആകും എന്നുള്ളതാണ് അറിയേണ്ടത്.